ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാലക്കറി ആയിട്ടാണ് കേട്ടോ. ഇതാണ് ശീമച്ചക്ക മസാല എന്ന് പറയും. അതായത് ഇതാണ് ശീമച്ചക്ക കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് കടച്ചക്ക എന്നാണ് പറയുക. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു മസാലക്കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തോലൊക്കെ കളഞ്ഞിട്ട് കഷ്ണമാക്കിയിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ വേവണ നേരം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സബോള വഴറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ നോൺ വെജ് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മസാലക്കറിയാണ് കേട്ടോ അത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലകളൊക്കെ നന്നായി ഒന്ന് എണ്ണയ്ക്കിടുന്ന് മൂത്ത് വരണം കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ഉണ്ടല്ലോ, അതിലത്തെ വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അധികം ഗ്രേവി ആക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് മുഴുവനായി ഇട്ടപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ മോള് എരിവ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് കുറച്ച് മോൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഈ മസാലകളൊക്കെ എല്ലാത്തിൽക്കും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കാം. അപ്പോൾ നല്ല മസാലക്കറി, നല്ല അടിപൊളി ഗ്രേവിയൊക്കെ ഉള്ള മസാലക്കറിയാവും. ഇത് ഞാൻ ജസ്റ്റ് ഡ്രൈ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ സർവ്വസുഗന്ധിയുടെ ഇല എന്ന് പറയും, അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ശരിക്കും നോൺ വെജിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടച്ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്